വേനലും ചൂടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ് ഇതുപോലെ ഒരു വത്തക്കയുടെ കഷ്ണവും പിന്നെ ഒരു കോട്ടന്റെ പീസും ഒക്കെ പൊക്കി പിടിച്ചാണ് കുറെ ആൾക്കാർ വരും. എന്നിട്ട് ഇതുപോലെ നമ്മൾ മുമ്പ് ഇങ്ങനെ അമർത്തിയിട്ട് കോട്ടന്റെ പീസിൽ ഇതുപോലെ ഒരു റെഡ് സ്റ്റെയിൻ ഇങ്ങനെ കാണും. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇതുപോലെ റെഡ് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ ഈ എറിത്രോസിൻ ബി പോലെയുള്ള ഫുഡ് കളറിംഗ് ഏജൻസ് കുത്തി വെച്ചിട്ട് വരുന്ന വത്തക്കകളാണെന്നൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുന്ന വാർത്തകളും വീഡിയോസും നമ്മൾ കാണലുണ്ട്. ഇതൊക്കെ കണ്ട് പേടിച്ച് വത്തക്ക ഇഷ്ടപ്പെട്ടിട്ട് പോലും ചെറിയ സ്റ്റെയിൻ കാണുമ്പോഴേക്ക് കഴിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പല സ്ഥലത്തു നിന്ന് വത്തക്ക കളക്ട് ചെയ്തിട്ടും കൃഷി സ്ഥലത്തു നിന്ന് വരെ വത്തക്ക എടുത്തിട്ട് അതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ റെഡ് സ്റ്റെയിൻ ഉണ്ട്. ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോലും ഇതുപോലൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാവാം ഇത്തരത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുത്തുന്നത്. പിന്നെ ഈ വത്തക്കനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫ്രൂട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടും കൂടെയാണ്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും പിന്നെ അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസും ഫൈബേഴ്സും അടങ്ങിയ നല്ലൊരു ഫ്രൂട്ടും കൂടെയാണ്. 90% വെള്ളം, വൈറ്റമിൻ എ, വൈറ്റമിൻ B1, B5, B6, വൈറ്റമിൻ സി, പിന്നെ അതുപോലെ തന്നെ മിനറൽസ് ആയിട്ടുള്ള പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, അയേൺ, പിന്നെ ലൈക്കോപ്പീൻ, ബീറ്റ കരോട്ടിൻ പോലെയുള്ള ആന്റി ഓക്സിഡൻസ്, സിട്രിൻ പോലെയുള്ള അമിനോ ആസിഡ്സ്, ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയ ഒരുപാട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ഗുണങ്ങളുള്ള ഫ്രൂട്ടും കൂടെയാണ്. അപ്പോൾ ഈ അറിവിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.